everyone, welcome to One Stop Mathematical Solution. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സെറ്റ് 2017 ഫെബ്രുവരി ക്വസ്റ്റ്യൻ പേപ്പറാണ്. Question 28. Let S4 be the symmetric group on 4 symbols. Then the order of the subgroup generated by 1, 2, 2, 3 is. ഈ സെറ്റ് ജനറേറ്റ് ചെയ്യണ സബ് ഓർഡറാണ് നമുക്ക് വേണ്ടത്. ഈ 1, 2നെ ഞാൻ എ ആയിട്ട് എടുക്കുകയാണ്, ആൻഡ് ബിനെ ഞാൻ 2, 3 ആയിട്ട് എടുക്കുകയാണ്. സോ ദെർഫോർ സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ബി എന്ന് പറയുന്നത് H ഈക്വൽ ടു ഇ എ ബി പിന്നെ എ ബി ആണ്. എ ഇപ്പോൾ 1, 2 ആയതുകൊണ്ട് എ സ്ക്വയർ നമുക്ക് കിട്ടുന്നത് 1, 2 ഇൻറ്റു 1, 2 ദാറ്റ് ഇസ് 1 ഇസ് മാപ്പ് ടു 2. ഇവിടെ 2 ഇസ് മാപ്പ് ടു 1, സോ 1 ഇസ് മാപ്പ് ടു 1 എന്ന് കിട്ടും. ഇവിടെ 2 ഇസ് മാപ്പ് ടു 1 ആൻഡ് 1 ഇസ് മാപ്പ് ടു 2, സോ 2 ഇസ് മാപ്പ് ടു 2 എന്ന് കിട്ടും. ഓൾറെഡി 3 ഇസ് മാപ്പ് ടു 3, 4 ഇസ് മാപ്പ് ടു 4 ആണ്. സോ നമുക്ക് എ സ്ക്വയർ ഇ ആയിട്ടാണ് കിട്ടുന്നത്. സിമിലർലി നമുക്ക് ബി സ്ക്വയർ ഇ ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് എ ബി നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 2 ഇൻറ്റു 2, 3. സോ 1 ഇസ് മാപ്പ് ടു 2 ആൻഡ് 2 ഇസ് മാപ്പ് ടു 3. therefore 1 is map to 3 എന്ന് എഴുതും. സോ 1, 3 എഴുതി. ഇപ്പോൾ 3 ഏതിലോട്ടാണ് മാപ്പ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് സൈക്കിളിൽ 3 is map to 3 ആണ്. സെക്കൻഡിൽ 3 is map to 2. സോ 3 is map to 2 എന്ന് കിട്ടും. സോ 3 is map to 2 എന്ന് കിട്ടും. ഇപ്പോൾ 2 ഏതിലോട്ടാണ് മാപ്പ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് സൈക്കിളിൽ 2 is map to 1 ആൻഡ് 1 is map to 1 ആണ് ഇവിടെ സെക്കൻഡ് സൈക്കിളിൽ. therefore 2 is map to 1 ആണ്. സോ ആ സൈക്കിൾ ക്ലോസ് ആണ്. സോ എ ബി എന്ന് പറയുന്നത് 1, 3, 2. therefore H contains 4 elements ആണ്. therefore order എന്ന് പറയുന്നത് number of elements ആണ്. that is equal to 4. so option C ആണ് correct. next question 29. which of the following is a cyclic group? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് സൈക്ലിക് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഗ്രൂപ്പ് ZM പ്ലസ് ZN എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് സൈക്ലിക് ആവും ഇഫ് ആൻഡ് ഓൺലി ഇഫ് M and N ആർ റിലേറ്റീവ്ലി പ്രൈം. നോട്ട് ZM പ്ലസ് ZN എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ZMN ആണ്. സോ ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡിയിൽ മാത്രമേ നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആവുന്നുള്ളൂ. ദാറ്റ് ഇസ് 7 and 10 റിലേറ്റീവ്ലി പ്രൈം ആണ്. therefore Z7 പ്ലസ് Z10 എന്ന് പറയുന്നത് സൈക്ലിക് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30. ലെറ്റ് F ഫ്രം Z10 to Z12 be a non-zero homomorphism of groups, then F of 1 equal to. നമുക്കൊരു ഹോമോമോർഫിസം തന്നിട്ടുണ്ട് ഫ്രം Z10 to Z12. അങ്ങനെയാണെങ്കിൽ F of 1ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 5 ഫ്രം ZN to ZK എന്നൊരു ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ 5 of x in n is equal to mx in k ആയിരിക്കും ഫോർ എവറി x in n എലമെൻറ്റ് ഓഫ് Zn. സോ അങ്ങനെയാണ് മാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ F of 1 എന്ന് പറയുമ്പോൾ F of 1 in 10 ആണ്. So that is equal to some m in 12. So since GCD of 10 and 12 എന്നും പറയുന്നത് 2 ആയതുകൊണ്ട് നമ്മുടെ ഓർഡർ ഓഫ് m in 12 എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. ദാറ്റ് ഈസ് ഡിവൈസസ് ഓഫ് 2. സോ ഇപ്പോൾ ചോയ്സസ് ഫോർ M12 എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 1 ആൻഡ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 2 ആയിരിക്കും. നമുക്കറിയാം ഇൻ Z12 ഓർഡർ 1 എലമെൻ്റ് ഉള്ളത് 0 ആണ്, പിന്നെ ഓർഡർ 2 എലമെൻ്റ് ആയിട്ടുള്ളത് 6 ആണ്. therefore F of 1 in 10 എന്ന് പറയുന്നത് either 0 or 6 ആയിരിക്കും. ഇവിടെ നോൺ സീറോ ഹോമോമോർഫിസം ആയതുകൊണ്ട് നമുക്ക് F of 1 6 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. Next question 31. The commutator subgroup of group Q8 equal to set of all plus or minus 1 plus or minus I plus or minus j plus or minus k of quaternion units is. ഈ ഗ്രൂപ്പിൻ്റെ കമ്മ്യൂട്ടേറ്റർ സബ് ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടത്. കമ്മ്യൂട്ടേറ്റർ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ്. കമ്മ്യൂട്ടേറ്ററിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് xy equal to xy x inverse y inverse for every xy element of the group ആണ്. സോ ഇവിടെ കമ്മ്യൂട്ടേറ്റർ സബ് ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന എലമെൻറ്റ്സ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കമ്മ്യൂട്ടേറ്റേഴ്സ് ഐ ജിൻ്റെ കമ്മ്യൂട്ടേറ്റർ നോക്കുകയാണ്. സോ ഐ ജെ ഇസ് ഈക്വൽ ടു ഐ ജെ ഇൻറ്റു ഐ ഇൻവേഴ്സ് ജെ ഇൻവേഴ്സ് ആണ്. നമുക്കറിയാം ഐ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -i ആണ്, ജെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -j ആണ്.
So this is equal to ij into minus I into minus j. That is equal to ij into ij എന്ന് പറയും. നമുക്കറിയാം ij എന്ന് പറയുന്നത് k ആണ്. So that is equal to k square എന്ന് പറയും. k സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം, that is equal to -1. Similarly commutator of jk എന്ന് പറയുന്നത് -1 ആണ്. ki എന്ന് പറയുന്നത് -1 ആണ്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂട്ടേറ്റർ ഫോർ എവറി എക്സ് -1ഉം x1 എന്നും പറയുന്നത് 1 ആണ് ഫോർ എവറി എക്സ് ഇൻ Q8. സോ നമ്മുടെ കമ്മ്യൂട്ടേറ്റർ സബ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ഈ വാല്യൂസ് ആണ്. സോ നോക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് -1 ആണ്. സോ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Next question 32. Let G be a group of order 45 and HK be subgroups of order 9 in G. Then which of the following is true? നമുക്കൊരു ഗ്രൂപ്പ് എന്നുണ്ട്, അതിൻ്റെ ഓർഡർ 45ഉം പിന്നെ ഹെച്ചും കെയും സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 9 ആണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് ട്രൂ എന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓർഡറിന് 9 ഇൻറ്റു സം എലമെൻറ്റിന് എഴുതാണ്. സോ ഓർഡർ ഓഫ് ജി നമുക്ക് തന്നിട്ടുണ്ട് 45, ഇതിന് ഞാൻ 9 ഇൻറ്റു എന്ന് എഴുതാണ്. സോ 9 ഇൻറ്റു 5 കിട്ടും, ദാറ്റ് ഈസ് ഇക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു 5. നമുക്കറിയാം ബൈ ഫസ്റ്റ് സൈലോ തിയറം 9 സൈലോ സബ് ഗ്രൂപ്പ്സ് ആർ ഓർഡർ ഓഫ് 9 ആണ്. നമുക്കിപ്പോൾ എത്ര 9 സൈലോ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവും എന്ന് നോക്കാം. സോ ബൈ തേർഡ് സൈലോ തിയറം നമ്പർ ഓഫ് 9 സൈലോ സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് n9, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 9k, ആൻഡ് ദാറ്റ് 1 + 9k ഷുഡ് ഡിവൈഡ് ഈ നമ്പർ ആയിരിക്കണം 5. സോ അത് possible only for k equal to 0 ആണ്. സോ there is only 1 9 സൈലോ സബ് ഗ്രൂപ്പ് ആണ്. സോ നമുക്കിവിടെ ഹെച്ചും കെയും സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 9 തന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു 9 സൈലോ സബ് ഗ്രൂപ്പേ ഉള്ളൂ. സോ h ഈക്വൽ ടു k തന്നെ ആവണം. നമ്മുടെ ഹെച്ചിൻ്റെ സെക്ഷൻ കെൻ്റെ ഓർഡർ എന്ന് പറയുന്നത് GCD ഓഫ് ഓർഡർ ഓഫ് h ആൻഡ് ഓർഡർ ഓഫ് k ആണ്. ഓർഡർ ഓഫ് ഹെച്ചും ഓർഡർ ഓഫ് k തന്നിട്ടുണ്ട് 9 ആണ്. ദെർഫോർ ഹെച്ചിൻ്റെ സെക്ഷൻ കെൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 9 ആണ്. സോ ബാക്കി ഒരു ഓപ്ഷൻസും വരുന്നില്ല ഈ ക്വസ്റ്റ്യനിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34. Which of the following is not an irreducible polynomial in Q of x where Q is the field of rational numbers? സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് നോട്ട് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ക്യൂ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഐൻസ്റ്റീൻസ് ക്രൈറ്റീരിയ ആണ്. സോ നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു an x power n പ്ലസ് an-1 x power n-1 പ്ലസ് എക്സെട്ര അപ് ടു a0. വേറെ ai's എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് ആണ്. ഇപ്പോൾ നമുക്കൊരു പ്രൈം p ഉണ്ടെങ്കിൽ സച്ച് ദാറ്റ് p ഡിവൈഡ്സ് ai ഫോർ എവറി i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1. ബട്ട് p എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ഡിവൈഡ്സ് an ആൻഡ് p സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ്സ് a0 ആണെങ്കിൽ നമ്മുടെ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ഇൻ ക്യൂ ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എക്സ് പവർ 5 പ്ലസ് 3x പവർ 4 പ്ലസ് 6x പ്ലസ് 6 തന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു പ്രൈം കണ്ടുപിടിക്കാൻ പറ്റുന്നത് 3 ഡിവൈഡ്സ് എല്ലാം ai's ആണ്. ദാറ്റ് ഈസ് 3 ഡിവൈഡ്സ് 3 ഡിവൈഡ്സ് 6 ആൻഡ് 3 ഡിവൈഡ്സ് 6 ആണ്. പക്ഷേ 3 ഡസ് നോട്ട് ഡിവൈഡ്സ് 1 ആണ്, ആൻഡ് ഓൾസോ 3 സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ്സ് കോൺസ്റ്റൻ്റ് ആണ്. ദെർഫോർ ഇവിടെ തന്നിരിക്കുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ഇൻ ക്യൂ ഓഫ് എക്സ് ആണ്. സിമിലർലി നമുക്ക് ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എടുക്കുന്ന പ്രൈം 2 ആണ്. ഇതിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ എക്സ് പവർ 5 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 16x മൈനസ് 4 നമുക്ക് ഒരു പ്രൈമും കണ്ടുപിടിക്കാൻ പറ്റില്ല വിത്ത് സാറ്റിസ്ഫൈ ദാറ്റ് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ. സോ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഇറഡ്യൂസിബിൾ ആണ്. ഓപ്ഷൻ ഡി നോക്കുമ്പോൾ എക്സ് പവർ 5 പ്ലസ് 12x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 6 ആണ്. ഇവിടെ എനിക്ക് പ്രൈം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറഡ്യൂസിബിൾ ആണ്. സോ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Next question 35. Let p of x equal to x square minus 5x element of z6 of x. The number of zeros of p of x in z6s. നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട് ഇൻ z6 ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ആ പോളിനോമിയൽ എത്ര സീറോസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ z6. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ തന്നിരിക്കുന്ന പോളിനോമിയൽ എനിക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 5x ആണ്. സോ ഞാൻ എക്സ് പുറത്തെടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 5 ആണ്. ഈ z6ലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 1 2 3 4 5 ആണ്. സീറോസ് കണ്ടുപിടിക്കാൻ z6ലെ ഓരോ എലമെൻറ്റ്സ് ഈ പോളിനോമിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 കിട്ടുവാണെങ്കിൽ അതൊരു 0 ആണ്.
ഓഫ് പോളിനോമിയൽ. 0 കിട്ടിയില്ലെങ്കിൽ അത് 0 അല്ല. അപ്പം ഞാൻ x = 0 കൊടുക്കുകയാണ് ഈ പോളിനോമിയൽ. സോ എനിക്ക് p of 0 എന്ന് പറയുന്നത് 0 കിട്ടുന്നുണ്ട്. x = 1 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് p of 1 is equal to -4 ആണ്. പക്ഷെ -4 is at 6 എന്ന് പറയുന്നത് 2 ആണ്. സിമിലർലി ഞാൻ x = 2, x = 3, x = 4 ആൻഡ് x = 5 കൊടുക്കുകയാണ്. നോക്കുമ്പോൾ എനിക്ക് 4 വാല്യൂസ് ഓഫ് എക്സിലാണ് പോളിനോമിയൽ 0 ആവുന്നത്. ദെർഫോർ നമ്പർ ഓഫ് സീറോസ് ഓഫ് p of x എന്ന് പറയുന്നത് 4 ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. ദി ഓർഡർ ഓഫ് ദി ഓട്ടോമോർഫിസം ഗ്രൂപ്പ് ഓട്ട് q of √2 √3 is. ഈ ഓട്ടോമോർഫിസം ഗ്രൂപ്പിൻ്റെ നമുക്ക് ഓർഡറാണ് വേണ്ടത്. നമുക്കറിയാം m1 m2 എക്സെട്ര അപ് ടു mr കോപ്രൈം സ്ക്വയർ ഫ്രീ ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ ദെൻ q of √m1 √m2 എക്സെട്ര അപ് ടു √mr എന്ന് പറയുന്നത് ഹാഷ് ഡിഗ്രി 2/r over q ആണ്. സ്ക്വയർ ഫ്രീ ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റീജർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ നോ പെർഫെക്റ്റ് സ്ക്വയർ അതർ ദാൻ 1 ആയിരിക്കണം. സോ നമുക്ക് ഇവിടെ q of √2 √3 ഓവർ ക്യൂവിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. ദെർഫോർ ഓർഡർ ഓഫ് ഓട്ടോമോർഫിസം ഓഫ് q of √2 √3 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39. ദ മിനിമൽ പോളിനോമിയൽ ഓഫ് 1 + ക്യൂബ് റൂട്ട് 2 ഓവർ റാഷണൽസ്. ഈ നമ്പർ സാറ്റിസ്ഫൈ ചെയ്യണം നമുക്ക് മിനിമൽ പോളിനോമിയലാണ് വേണ്ടത് ഓവർ റാഷണൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനെ ഈക്വൽ ടു എക്സ് ആയിട്ട് എടുക്കുകയാണ്. സോ x = 1 + ക്യൂബ് റൂട്ട് 2. ഇപ്പം ഞാൻ 1 ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുകയാണ്. സോ ദിസ് ഇംപ്ലൈസ് x - 1 = ക്യൂബ് റൂട്ട് 2 എന്ന് കിട്ടും. ഇപ്പം ഞാൻ ഇക്വേഷനെ ക്യൂബ് ചെയ്യുകയാണ്. സോ ദിസ് ഇംപ്ലൈസ് x - 1 the whole cube = 2 എന്ന് കിട്ടും. Therefore x - 1 the whole cube -2 = 0 എന്ന് കിട്ടും. ഇപ്പം ഞാനിത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് x³ - 3x² + 3x - 3 = 0 ആണ്. സോ ഞാൻ ഇക്വേഷൻ എ ആയിട്ട് മാർക്ക് ചെയ്യാണ്. നോക്കുമ്പോൾ നമുക്ക് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ വഴി ഈ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ ആണ്. ദെർഫോർ നമ്മുടെ ഇക്വേഷൻ എ ആണ് നമ്മുടെ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.